കുവൈറ്റിലും ദുബായിലും ഡ്രൈവർ, ഹോം നഴ്സ്, ഇലക്ട്രീഷ്യൻ, വെൽഡർ, ഡെലിവറി ബോയ് തുടങ്ങിയ നിരവധി തൊഴിലവസരങ്ങൾ. താല്പര്യമുള്ളവർ ബന്ധപ്പെടുക. അൽഗസൽ ടൂർസ് ആൻഡ് ട്രാവൽസ്, AVH കോംപ്ലക്സ്, പെരിന്തൽമണ്ണ റോഡ്, പട്ടാമ്പി. ഫോൺ 8589 995111, 9188 113138, 9188 113139, 8089 403969. നമസ്കാരം. പ്രധാന വാർത്തകൾ. നിലമ്പൂരിനെ ചൊല്ലി കോൺഗ്രസിൽ ക്യാപ്റ്റൻ മേജർ തർക്കം നടക്കുകയാണെന്ന് CPI നേതാവ് പന്ന്യൻ രവീന്ദ്രൻ. RSS നയമാണ് ഗവർണർ നടപ്പിലാക്കുന്നതെന്നും ഭരണഘടനാ വിരുദ്ധ പ്രവർത്തനമാണ് ഗവർണർ നടത്തുന്നതെന്നും പന്ന്യൻ. സൂംബയെ വിവാദവത്കരിക്കാൻ ആരും ശ്രമിക്കരുതെന്നും കുട്ടികൾക്ക് നല്ലതിനു വേണ്ടിയാണ് സൂംബ നടപ്പിലാക്കിയതെന്നും സ്ഥിരീകരണം. സൂംബ ഡാൻസ് വസ്ത്രം ധരിക്കാതെ ചെയ്യുന്ന വ്യായാമമല്ലെന്ന് മന്ത്രി R. ബിന്ദു. ഇക്കാര്യത്തിൽ സർക്കാർ പിറകോട്ടില്ലെന്നും മന്ത്രി. മണ്ണുത്തി നെല്ലങ്കരയിൽ പോലീസിനു നേരെ ഗുണ്ടാക്രമണം നടത്തിയ 6 സംഘം അറസ്റ്റിൽ. ആക്രമണമുണ്ടായത് വീട് കേന്ദ്രീകരിച്ച് ലഹരി പാർട്ടി നടക്കുന്നു എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ സ്ഥലത്തെത്തിയ പോലീസിനു നേരെ 3 പോലീസ് വാഹനങ്ങൾ തകർത്തു. 4 പോലീസുകാർക്ക് പരിക്കേറ്റു. മണ്ണൂർ കൈമകുന്നത്തുകാവ് ട്രസ്റ്റിനെതിരെ വീണ്ടും ഭക്തജന കൂട്ടായ്മ. വെളിച്ചപ്പാടിന് ശമ്പളം പോലും നൽകാതെ പുറത്താക്കിയെന്ന് ആരോപണം. നടപടിക്കെതിരെ വെളിച്ചപ്പാടും കുടുംബവും ഉപവാസ സമരത്തിന്. ട്രസ്റ്റിക്കെതിരെ ചില വ്യക്തികളും വെളിച്ചപ്പാടും ഉയർത്തുന്ന ആരോപണങ്ങൾ വസ്തുതാവിരുദ്ധമെന്ന് ട്രസ്റ്റ് ഭാരവാഹികൾ. ആരോപണം ഉന്നയിച്ച വെളിച്ചപ്പാടിന് ശമ്പളം നിഷേധിച്ചിട്ടില്ലെന്നും ട്രസ്റ്റി ബോർഡ്. പാരിതോഷികം നൽകിയില്ല. അഫിലിയേഷൻ നിഷേധിച്ച് CDS ചെയർപേഴ്സൺ. അഫിലിയേഷൻ നിഷേധിച്ചത് പാലക്കാട് നഗരസഭ 2-ാം വാർഡിലെ 23 അയൽക്കൂട്ടങ്ങൾക്ക്. പ്രതിഷേധവുമായി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരസഭാ സെക്രട്ടറിയെ ഉപരോധിച്ച് കുടുംബശ്രീ അംഗങ്ങൾ. വാളയാർ ജനവാസ മേഖലകളിൽ കാട്ടാനയുടെ വിളയാട്ടം. വടക്കാഞ്ചേരി കാക്കിനിക്കാട് ജനവാസ മേഖലയിലെത്തിയ വാഴക്കൊമ്പൻ വ്യാപകമായി കൃഷി നശിപ്പിച്ചു. ഒറ്റപ്പാലം നഗരസഭ സമസ്ത മേഖലയിലും പരാജയപ്പെട്ടെന്ന് മുസ്ലിം ലീഗ് ഒറ്റപ്പാലം നഗരസഭാ കമ്മിറ്റി. പ്രതിഷേധവുമായി നഗരസഭയ്ക്ക് മുന്നിൽ പ്രതിഷേധ സംഗമം. CPI പാലക്കാട് മണ്ഡലം സമ്മേളനത്തിന് പറളിയിൽ തുടക്കം. ഷൊർണൂർ സബ് രജിസ്ട്രാർ ഓഫീസിന് പുതിയ കെട്ടിടത്തിനായി കാത്തിരിപ്പ് തുടങ്ങിയിട്ട് 10 വർഷം പിന്നിടുന്നു. ശുചിമുറി പോലുമില്ലാത്ത കെട്ടിടത്തിൽ 10 പേർ ഒരുമിച്ചെത്തിയാൽ നിന്നു തിരിയാനുള്ള ഇടമില്ല. കെട്ടിടം പണി PWDക്കായതുകൊണ്ട് അടുത്ത കാലത്ത് പുതിയ കെട്ടിടത്തിന് സാധ്യതയും കുറവാണ്. വാർത്തകൾ വിശദമായി. നിലമ്പൂരിനെ ചൊല്ലി കോൺഗ്രസിൽ ക്യാപ്റ്റൻ മേജർ തർക്കം നടക്കുകയാണെന്ന് CPI നേതാവ് പന്ന്യൻ രവീന്ദ്രൻ. കുട്ടികൾക്ക് നല്ലതിനു വേണ്ടിയാണ് സൂംബ നടപ്പിലാക്കിയതെന്നും സൂംബയെ വിവാദവത്കരിക്കാൻ ശ്രമിക്കരുതെന്നും പന്ന്യൻ രവീന്ദ്രൻ പറഞ്ഞു. RSS നയമാണ് ഗവർണർ നടപ്പിലാക്കുന്നതെന്നും ഭരണഘടനാ വിരുദ്ധ പ്രവർത്തനങ്ങൾ ഗവർണർ നടത്തുന്നുണ്ടെന്നും പന്ന്യൻ രവീന്ദ്രൻ പാലക്കാട് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. ഇല്ലാന്നും പറയില്ല. ഭരണഘടന വിരുദ്ധ വികാരമാണ് ഇതെല്ലാം ഒന്നും നിങ്ങൾ തീരുമാനിക്കണ്ട. സൂംബയെ വിവാദവത്കരിക്കാൻ ആരും ശ്രമിക്കരുത്. കുട്ടികൾക്ക് നല്ലതിനു വേണ്ടിയാണ് സൂംബ നടപ്പാക്കുന്നത്. സർക്കാർ ആരെയും നിർബന്ധിക്കില്ലെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. നിർബന്ധമാണെന്ന് പറഞ്ഞില്ല. അതിന്റെ പേരിലൊരു യുദ്ധത്തിന് നമ്മളുമില്ല. നല്ലൊരു കാര്യത്തിന് വേണ്ടി കേരളത്തിൽ നടക്കുന്ന ഒരു പരിപാടി, ആ പരിപാടിയെക്കുറിച്ച് നമുക്ക് സമവായം ഉണ്ടാക്കാം. മന്ത്രി തന്നെ പറഞ്ഞല്ലോ, നിർബന്ധമില്ലെന്ന് പറഞ്ഞല്ലോ. കാരണം നമുക്ക് നന്മയ്ക്ക് വേണ്ടിയത്, വേറെ വല്ല കാര്യമില്ലല്ലോ. അതുകൊണ്ട് ആ കാര്യത്തിൽ വാശി ഉണ്ടാക്കേണ്ട കാര്യമില്ലെന്ന് എനിക്ക് തോന്നുന്നത്. ഗവർണർ ഭരണഘടനാ വിരുദ്ധ പ്രവർത്തനം നടത്തുന്നു. RSS നയമാണ് ഗവർണർ നടപ്പാക്കുന്നത്. അത് ഗവർണർ തീരുമാനിക്കുന്ന നിലപാട് ഗവർണർക്ക് ഇപ്പം നിൽക്കാൻ വേണ്ടിയൊരു ഏർപ്പാട് മാത്രമാണ്. കാരണം ഭരണഘടനയനുസരിച്ച് ഭരണഘടനയിലെ വകുപ്പുകൾ ശരിക്കും പഠിച്ചാൽ ഗവർണർ അങ്ങനെ പറയാൻ വേണ്ടി ഒരു ന്യായവുമില്ല. കാരണം ഗവർണർ എന്ന് പറഞ്ഞാൽ ആരാ? ഒരു സംസ്ഥാന ഗവൺമെന്റ് ഭരിക്കുന്ന ആളാണോ ഗവർണർ? നിലമ്പൂരിൽ ഭരണവിരുദ്ധ വികാരം തന്നെയെന്ന് പന്ന്യൻ രവീന്ദ്രൻ പറഞ്ഞു. വർഗീയ ശക്തികളെ കൂട്ടുപിടിച്ചാണ് കോൺഗ്രസ് ജയിച്ചത്. ജമാഅത്തെ ഇസ്ലാമിയെയും BJPയെയും കോൺഗ്രസ് കൂട്ടുപിടിച്ചു. LDFന്റെ വോട്ടുകളിൽ കുറവ് വന്നിട്ടില്ല. കാലഘട്ടത്തിനനുസരിച്ച് ജനങ്ങൾ വോട്ട് ചെയ്തു. അതാണ് നിലമ്പൂരിൽ സംഭവിച്ചതെന്നും പന്ന്യൻ രവീന്ദ്രൻ. രാഷ്ട്രീയമായ ദേവീയത ഇതിനെ കൊണ്ടുപോകരുത്. നമ്മുടെ നാട്ടിലെ ഒരു തലമുറ, വളർന്നു വരുന്ന തലമുറ, നമ്മുടെ നാട്ടിൻ്റെ ഭാവി ഇതൊക്കെ കണക്കിലെടുത്തുകൊണ്ട് അതിൽ നിന്ന് മാറണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. സമവായത്തിലൂടെ ചെയ്യാം. അതിന് ഗവൺമെൻറ്റും പറഞ്ഞിരിക്കുന്ന സ്ഥിതിക്ക് ആ ഭാഗത്ത് നമുക്ക് ആലോചിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. നിലമ്പൂരിനെ ചൊല്ലി കോൺഗ്രസിൽ ക്യാപ്റ്റൻ മേജർ തർക്കം നടക്കുകയാണെന്നും പന്ന്യൻ രവീന്ദ്രൻ കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. സുംബ ഡാൻസ് വസ്ത്രം ധരിക്കാതെ ചെയ്യുന്ന വ്യായാമമല്ലെന്ന് മന്ത്രി R. ബിന്ദു.
ശാസ്ത്രീയമായ കാര്യങ്ങളിൽ നെഗറ്റിവിറ്റി കാണുന്നത് കഷ്ടമാണെന്നും മന്ത്രി പറഞ്ഞു. ഇക്കാര്യത്തിൽ സർക്കാർ നിലപാടിൽ മാറ്റമില്ലെന്നും എതിർപ്പ് ഉന്നയിക്കുന്ന ആളുകളുടെ സ്ഥാപനങ്ങളിൽ അവർക്ക് ഇഷ്ടം പോലെ ചെയ്യാമെന്നും ഹുസൈൻ മടവൂരിന്റെ വിമർശനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്നും മന്ത്രി തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. അത് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. വസ്ത്രം ധരിക്കാതെ അല്ലല്ലോ നമ്മുടെ കുട്ടികള് ഈ സൂംബ ഡാൻസ് സ്കൂളിൽ ചെയ്യുന്നത്. അവര് യൂണിഫോം ഒക്കെ ധരിച്ചിട്ടാണ് ചെയ്യുന്നത്. സൂംബ ഡാൻസ് വസ്ത്രമില്ലാതെ ചെയ്യുന്ന ഡാൻസ് അല്ല. അത് തെറ്റായിട്ടുള്ള ഒരു ധാരണയാണ്. നമ്മളിപ്പോ ധാരാളം രാജ്യങ്ങളിൽ ആരോഗ്യപരമായിട്ടുള്ള നല്ല വികാസം ഉറപ്പുവരുത്തുന്നതിനും മാനസികമായ സ്വാസ്ഥ്യം ഉറപ്പുവരുത്തുന്നതിനും കൂട്ടായിട്ടുള്ള എക്സസൈസുകളും എയറോബിക്സ് പോലുള്ള കാര്യങ്ങളും ഒക്കെ സാർവത്രികമായിട്ട് പ്രോത്സാഹിപ്പിക്കുന്ന രീതിയാണ് എന്നുള്ളത്. തൃശൂർ മണ്ണുത്തി നല്ലങ്കരയിൽ പരാതി അന്വേഷിക്കാനെത്തിയ പോലീസ് സംഘത്തിന് നേരെ ഗുണ്ടകളുടെ അതിക്രൂരം ആക്രമണം. 4 പോലീസുകാർക്ക് സാരമായി പരിക്കേറ്റു. വടിവാളും കമ്പിവടികളുമായി പോലീസിനെ ആക്രമിച്ച ഗുണ്ടകൾ 3 പോലീസ് വാഹനങ്ങൾ അടിച്ചു തകർത്തു. സംഭവത്തിന് പിന്നാലെ കസ്റ്റഡിയിലെടുത്ത 6 അംഗ ഗുണ്ടാ സംഘത്തിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. മണ്ണുത്തി നല്ലങ്കര വൈലോപ്പള്ളി നഗറിൽ പുലർച്ചെ 3 മണിയോടെയാണ് സംഭവം. വൈലോപ്പള്ളി നഗറിലെ താമസക്കാരും സഹോദരങ്ങളും ലഹരിമരുന്ന് കേസുകളിലെ പ്രതികളുമായ അൽത്താഫ് ജമാലും അഹമ്മദ് ജമാലുമാണ് സുഹൃത്തുക്കളായ ഗുണ്ടാ സംഘത്തിനായി ലഹരി പാർട്ടി ഒരുക്കിയത്. അഹദിന്റെ ബർത്ത്ഡേയോടനുബന്ധിച്ച് 15ലേറെ ആളുകളെയാണ് പ്രദേശത്തേക്ക് വിളിച്ചു വരുത്തിയത്. എന്നാൽ വീട്ടിലിരുന്ന് മദ്യപിക്കുന്നതിനെയും ലഹരി ഉപയോഗിക്കുന്നതിനെയും അൽത്താഫിൻ്റെയും അഹദിൻ്റെയും മാതാവ് വിലക്കി. ഇതോടെ സമീപത്തെ ആളൊഴിഞ്ഞ വീട്ടിൽ വെച്ച് ലഹരിയും മദ്യവും ഉപയോഗിച്ച യുവാക്കൾ തമ്മിൽ വാക്കുതർക്കവും കയ്യാങ്കളിയും ഉണ്ടാവുകയായിരുന്നു. സംഘർഷത്തിന് ശേഷം വീട്ടിലെത്തിയ അഹദിനെയും അൽത്താഫിനെയും മാതാവ് ശകാരിച്ചു. ഇതോടെ ഇവർക്ക് നേരെയായി ഇരുവരുടെയും പരാക്രമം. സംഭവത്തിന് പിന്നാലെ ഇവർ പോലീസിനെ വിവരമറിയിച്ചു. കൺട്രോൾ റൂമിൽ നിന്ന് പോലീസ് എത്തിയതോടെ പോലീസിന് നേരെയായി ആക്രമം. ഈ സമയം സ്ഥലത്തുണ്ടായിരുന്ന 15 അംഗ സംഘത്തിലെ ചിലർ ഓടി രക്ഷപ്പെട്ടു. എന്നാൽ കൊലക്കേസ് പ്രതിയായ ബ്രഹ്മജിത്തിന്റെ നേതൃത്വത്തിൽ ആഷ്ലിൻ, എവിൻ, ഷാർബൽ തുടങ്ങിയവർ പോലീസ് സംഘത്തെ ആക്രമിച്ചു. കൂടുതൽ പോലീസുകാർ എത്തിയതോടുകൂടി വടിവാളും കമ്പിവടികളും ഉപയോഗിച്ച് ഇവർ ഉദ്യോഗസ്ഥരെ ആക്രമിച്ചു. 3 പോലീസ് വാഹനങ്ങളും പ്രതികൾ ചേർന്ന് തല്ലി തകർത്തു. എന്താ സംഭവിച്ചത്? ഒരു 6 ഗുണ്ടകൾ 7 ഗുണ്ടകൾ ഗുണ്ടകളെപ്പോൾ പ്രവർത്തിച്ചു, പോലീസിനെപ്പോൾ പ്രവർത്തിച്ചു. ഗ്രേഡ് SI ജയൻ, സീനിയർ CPO അജു, CPOമാരായ ഷനോജ്, ശ്യാം എന്നിവർക്കാണ് പ്രതികളുടെ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റത്. പരസ്പരം തമ്മിൽ തല്ലിയ പ്രതികളിൽ ചിലർക്കും സംഘർഷത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. പുലർച്ചെ നടന്ന സംഭവത്തിന് പിന്നാലെ കസ്റ്റഡിയിലായ പ്രതികളെ മണ്ണുത്തി സ്റ്റേഷനിലെത്തിച്ച് അറസ്റ്റ് രേഖപ്പെടുത്തി. തൃശൂർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ഇവരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് വിദഗ്ധ ചികിത്സയ്ക്കായി മാറ്റി. കൊലപാതക ശ്രമം, പൊതുമുതൽ നശിപ്പിക്കൽ തുടങ്ങിയ വകുപ്പുകൾ പ്രകാരമാണ് 6 അംഗ സംഘത്തിനെതിരെ കേസെടുത്തിരിക്കുന്നത്. സംഭവത്തെ തുടർന്ന് രക്ഷപ്പെട്ട മറ്റു പ്രതികൾക്കായും അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. മണ്ണൂർ കൈമകുന്നത്ത് കാവിൽ നിന്നും ശമ്പളം പോലും നൽകാതെ വെളിച്ചപ്പാടിനെ പുറത്താക്കിയ നടപടിക്കെതിരെ വെളിച്ചപ്പാട് ചന്ദ്രമോഹനും കുടുംബവും ക്ഷേത്ര മൈതാനിയിൽ ഉപവാസമിരിക്കുമെന്ന് ഭക്തജന കൂട്ടായ്മ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഞായറാഴ്ച രാവിലെ 9 മണി മുതൽ ഉപവാസ സമരം നടക്കും. അന്നുതന്നെയാണ് ക്ഷേത്രത്തിൽ പുനഃപ്രതിഷ്ഠാ ചടങ്ങും പ്രസാദവൂട്ടും നടക്കുന്നത്. ഞായറാഴ്ച തന്നെയാണ് മണ്ണൂർ കായ്മകുന്നത്തുകാവ് ക്ഷേത്രത്തിൽ പുനഃപ്രതിഷ്ഠാ ദിനവും പ്രസാദവൂട്ടും നടക്കുന്നത്. ഇത് സംബന്ധിച്ച് ഭക്തജന കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നടന്ന വാർത്താ സമ്മേളനത്തിനാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. പ്രസിഡന്റ് രാജേഷ് പൊതിയത്ത്, സെക്രട്ടറി ദിവൈ കേരളശ്ശേരി, വൈസ് പ്രസിഡന്റ് ഭഗത് കുമാർ, തങ്കപ്പൻ, സന്തോഷ്, രവി, മുരളി, PC പ്രീതത്ത് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഡിപ്പോസിറ്റ് ഉള്ളത് മണ്ണൂരിലെ സാധാരണക്കാർ നൽകിയ പണമാണ്. ആ പണത്തിന്റെ മുകളിൽ ഇരുന്നു കൊണ്ട് മറ്റൊരു ജമ്മികളാണ് ഞങ്ങൾ, കൃഷിഭൂമിയല്ല, ഞങ്ങളുടെ ഇപ്പോഴത്തെ വരുമാന മാർഗം അമ്പലമാണ് എന്ന് പ്രഖ്യാപിക്കുന്ന ഈ ട്രസ്റ്റ് ബോർഡിനെതിരെയാണ് ഞങ്ങൾ ഈ പ്രസ്താവന ഇറക്കുന്നത്. ഈ നാളെ നടക്കുന്ന പുനഃപ്രതിഷ്ഠാ ദിനവും അതോടനുബന്ധിച്ച് നടക്കുന്ന അന്നദാനവും നടക്കുമ്പോൾ മണ്ണൂരിലെ തന്നെ ദേവിയുടെ പ്രതീകമായിട്ടുള്ള വെളിച്ചപ്പാടും അദ്ദേഹത്തിന്റെ കുടുംബവും ആക്സിഡന്റിൽ തൊഴിൽ ചെയ്യാൻ പോലും സാധ്യതയില്ലാത്ത ഒരു മകൻ ഉൾപ്പെടുന്ന ആ കുടുംബം പട്ടിണി കിടക്കുകയാണ് എന്നുള്ളത് ഭക്തജനങ്ങളെ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു പത്രപ്രസ്താവന നടത്തേണ്ടതായിട്ട് വന്നത്. ന്യൂസ് ബ്യൂറോ, പത്രിപ്പാല.
മണ്ണൂർ കായ്മകുന്നത്തുകാവ് ക്ഷേത്രത്തെയും ഭരണാധികാരികളെയും കുറിച്ച് ചില വ്യക്തികളും വെളിച്ചപ്പാടും ഉയർത്തുന്ന ആരോപണങ്ങൾ വസ്തുതാവിരുദ്ധമാണെന്ന് ക്ഷേത്രം ട്രസ്റ്റ് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ആരോപണം ഉന്നയിക്കുന്ന വെളിച്ചപ്പാടിന് ശമ്പളവും ആനുകൂല്യങ്ങളും നിഷേധിച്ചിട്ടില്ല എന്നും ഭാരവാഹികൾ പറഞ്ഞു. ശമ്പളവും മറ്റു ആനുകൂല്യങ്ങളും ഓഫീസ് പ്രവൃത്തി സമയത്ത് കൈപ്പറ്റാവുന്നതാണെന്ന് അദ്ദേഹത്തിനെ അറിയിച്ചിട്ടുള്ളതാണ്. ക്ഷേത്ര ആചാരങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് പിരിച്ചുവിട്ടതെന്നും ബോർഡ് അറിയിച്ചു. പ്രതിഷ്ഠാ ദിനത്തിൽ നടത്തുന്ന വെളിച്ചപ്പാടിന്റെ നിരാഹാര സമരം ചില പ്രതിഷേധക്കാരുടെ ഗൂഢാലോചനയാണെന്നും ബോർഡ് അറിയിച്ചു. വെളിച്ചപ്പാട് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുന്ന കാര്യങ്ങൾ അസത്യമാണെന്ന് ഭക്തജനങ്ങൾ തിരിച്ചറിയണം. ക്ഷേത്ര ഭരണാധികാരികളെയും കുറിച്ച് ചില വ്യക്തികളും പിരിച്ചുവിട്ടപ്പെട്ട വെളിച്ചപ്പാടായിരുന്നു ചന്ദ്രമോഹൻ ഉയർത്തുന്ന ആരോപണങ്ങളെ ചന്ദ്രമോഹന് ഭരണാധികാരികൾ അദ്ദേഹത്തിന്റെ ആനുകൂല്യങ്ങൾ ഒന്നും നിഷേധിക്കപ്പെട്ടിട്ടില്ല. ചന്ദ്രമോഹനെ പിരിച്ചുവിട്ടപ്പെട്ടത് അയച്ച കത്തിൽ 7/5/25 ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും ഓഫീസ് പ്രവൃത്തി സമയത്ത് വന്ന് കൈപ്പറ്റേണ്ടതാണ് എന്ന് അറിയിച്ചിട്ടുള്ളതാണ്. വെളിച്ചപ്പാടായിരുന്ന ചന്ദ്രമോഹനെ ക്ഷേത്രം ആചാരങ്ങൾക്കും മറ്റ് വിരുദ്ധമായി പ്രവർത്തിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ക്ഷേത്രം താന്ത്രിക കർമ്മങ്ങളോടെ ഇന്നു മുതൽ വെളിച്ചപ്പാടല്ല എന്ന് അറിയിച്ചിട്ടുള്ളതാണ്. അത് 20/5/25. ഞായറാഴ്ച നടക്കുന്ന പ്രസാദഊട്ടും പുനഃപ്രതിഷ്ഠാ ദിനവും ഗംഭീരമാക്കാൻ ഭക്തരുടെ സഹായ സഹകരണങ്ങൾ വേണമെന്നും മാനേജിംഗ് ട്രസ്റ്റി ബോർഡ് പ്രസാദഊട്ട് കമ്മിറ്റി ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പാരിതോഷികം നൽകിയില്ല. അഫിലിയേഷൻ നൽകാതെ CDS ചെയർപേഴ്സൺ. പാലക്കാട് നഗരസഭയിലെ 2ാം വാർഡിൽ തെരഞ്ഞെടുക്കപ്പെട്ട 23 അയൽക്കൂട്ടങ്ങൾക്കാണ് ചെയർപേഴ്സൺ അഫിലിയേഷൻ നിഷേധിച്ചത്. ചെയർപേഴ്സന്റെ നടപടിയിൽ പ്രതിഷേധിച്ച് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുടുംബശ്രീ അംഗങ്ങൾ നഗരസഭാ സെക്രട്ടറിയെ ഉപരോധിച്ചു. ഇവർക്ക് പാസ്സാക്കി കൊടുക്കാൻ സമയത്ത് ഇവിടെ ആള് വരും, അവർക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കും. നമ്മുടെ ഈ കുടുംബശ്രീകള് അത് കൊടുക്കില്ലല്ലോ. അതാണ് ഇതിന്റെ പ്രശ്നം. ഈ അഴിമതി ഇതിനെന്താ പറയുക? സെക്രട്ടറി എന്താ പറയുക? അഴിമതി എന്താ പറയുക? അല്ലാതെ വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? അല്ലമ്മ, ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, നിങ്ങളൊക്കെ മെമ്പേഴ്സ്, സെക്രട്ടറി പ്രസിഡന്റുമാരാണ്. നമ്മുടെ കുടുംബശ്രീയിൽ വാർഡ് കൗൺസിലർ ഒറ്റ കാര്യം, നിങ്ങൾ അടയ്ക്കുന്ന ലോണിനെ തിരിച്ച് നിങ്ങൾ അടയ്ക്കുക. അതിന്റെ അപ്പുറത്തേക്ക് നിങ്ങൾക്ക് വേറെ ഒന്നുമില്ല. ആർക്കും തന്നെ ഒരു ഗിഫ്റ്റും കൊടുക്കണ്ട എന്നുള്ളതാണ് നിങ്ങളുടെ നിലപാട്. ആ നിലപാടിന് എതിരാണ് ഈ പറയുന്ന ചെയ്യുന്നത്. നഗരസഭയിലെ 2ാം വാർഡിലെ 23 അയൽക്കൂട്ടങ്ങളോടാണ് CDS ചെയർപേഴ്സൺ പ്രതികാര നടപടി സ്വീകരിക്കുന്നത്. ഒരു തരത്തിലും അപേക്ഷകൾ വാങ്ങാതിരിക്കരുതെന്ന സർക്കാർ ഉത്തരവും CDS ചെയർപേഴ്സൺ അവഗണിച്ചു. സാമ്പത്തിക നേട്ടം പ്രതീക്ഷിക്കുന്ന CDS ചെയർപേഴ്സൺ 2ാം വാർഡിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള 23 അയൽക്കൂട്ടങ്ങൾക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ നിഷേധിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത്. വിഷയത്തിൽ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നും വീഴ്ച വരുത്തിയവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു. അഫിലിയേഷൻ പുതുക്കി നൽകാമെന്ന നഗരസഭാ സെക്രട്ടറി അൽസൺ ഐസക്കിന്റെ ഉറപ്പിന്മേൽ പ്രതിഷേധ സമരം അവസാനിപ്പിച്ചു. സമരത്തിന് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് CB സതീഷ്, നഗരസഭാ അംഗങ്ങളായ A കൃഷ്ണൻ, സാജോ ജോൺ, സുഭാഷ് യാക്കര, മണ്ഡലം പ്രസിഡന്റ് രമേശ് പുത്തൂർ, ഹരിദാസ് മച്ചിങ്ങൽ, ഷെറീഫ് റഹ്മാൻ, I ഷക്കീല, ബ്ലോക്ക് കോൺഗ്രസ് വനിതാ പ്രസിഡന്റ് B ഗൗതമി, ജ്യോതി മണി, ഷമീന H, ബിന്ദു K, രാധ C, പ്യാരിജ, സൈറ ബാനു, രമാദേവി, റഷീന, ഗീത K, ചന്ദ്രലേഖ, രമ്യ, പുഷ്പ, റജീന എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കാടിറങ്ങി ജനവാസ മേഖലയിലെത്തിയ വാഴക്കൊമ്പൻ വീണ്ടും കൃഷി നശിപ്പിച്ചു. വടക്കാഞ്ചേരി കാക്കിനിക്കാട് ഉന്നതിയിലാണ് ആന എത്തിയത്. വാഴക്കൊമ്പൻ നിരന്തരം ജനവാസ മേഖലയിൽ ഭീഷണി സൃഷ്ടിക്കുകയാണ്. വീണ്ടും കാടിറങ്ങിയ ആന കഴിഞ്ഞ ദിവസം വ്യാപകമായി കൃഷി നശിപ്പിച്ചു. വടക്കഞ്ചേരി കാക്കിനിക്കാട് ഉന്നതിയിലാണ് ആന എത്തിയത്. ഊരുമൂപ്പൻ അനിലിൻ്റെ സഹോദരി പത്മിനിയും ഭർത്താവ് ശിവരാജനും താമസിക്കുന്ന വീടിന് തൊട്ടുമുന്നിലാണ് പുലർച്ചെ വാഴക്കൊമ്പൻ എത്തിയത്. തെങ്ങുകളും വാഴകളും വേലികളും നശിപ്പിച്ചു. പ്രദേശത്ത് ആദ്യമായി സ്ഥാപിച്ച സോളാർ വൈദ്യുത വേലികൾ കാലങ്ങളായി പ്രവർത്തിക്കുന്നില്ലെന്ന് ഉന്നതി നിവാസികൾ പറയുന്നു. ഇത് വന്യമൃഗശല്യം രൂക്ഷമാകുന്നതിന് പ്രധാന കാരണമാണെന്നും പ്രദേശവാസികൾ ചൂണ്ടിക്കാട്ടി. ന്യൂസ് ബ്യൂറോ, തൃശൂർ. വാളയാറിൽ ജനവാസ കേന്ദ്രത്തിൽ കാട്ടാനയുടെ വിളയാട്ടം. ഇന്ന് പുലർച്ചെയാണ് ചുരുളിക്കൊമ്പൻ ജനവാസ മേഖലയിൽ ഭീതി പരത്തിയത്. വനമേഖലയോട് ചേർന്ന ജനവാസ കേന്ദ്രങ്ങളിൽ ഇറങ്ങിയിരുന്ന കാട്ടാന നഗരപ്രദേശങ്ങളിലേക്ക് എത്തുന്നതാണ് ജനങ്ങളെ കൂടുതൽ ഭീതിയിലാക്കിയത്. പുലർച്ചെ വാളയാറിലിറങ്ങിയ ചുരുളിക്കൊമ്പൻ നിരവധി വീടുകൾക്കുള്ളിലേക്ക് കയറുകയും കൃഷി നശിപ്പിക്കുകയും ചെയ്തു. പ്രദേശവാസികൾ വിവരമറിയിച്ചതിനെ തുടർന്ന് RRT സംഘമെത്തി ഉൾക്കാട്ടിലേക്ക്
ആനയെ കയറ്റാൻ ശ്രമം ആരംഭിച്ചിട്ടുണ്ട്. മറ്റ് കാട്ടാനകളിൽ നിന്ന് വ്യത്യസ്തമായി ചുരുളിക്കൊമ്പൻ തിരിച്ച് ഓടിവന്ന് അക്രമാസക്തനാകുന്നത് ഉൾക്കാട്ടിലേക്ക് കയറ്റാനുള്ള ശ്രമത്തിന് തിരിച്ചടിയാകുന്നുണ്ട്. മഴ പെയ്ത് തീറ്റയും വെള്ളവും കാടിനകത്തുണ്ടായിട്ടും കാട്ടാനകൾ നാട്ടിലേക്കിറങ്ങുന്നത് വലിയ പ്രതിസന്ധിയായി മാറിയിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഒറ്റപ്പാലം നഗരസഭാ ഭരണസമിതി സർവ്വമേഖലയിലും പരാജയപ്പെട്ടു എന്നാരോപിച്ച് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഒറ്റപ്പാലം നഗരസഭാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരസഭയ്ക്ക് മുന്നിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. യൂത്ത് ലീഗ് ദേശീയ വൈസ് പ്രസിഡന്റ് PP അൻവർ സാദത്ത് ഉദ്ഘാടനം ചെയ്തു. ഇത്തരം നഗരസഭകൾ മൂത്തത് കേരള ഭരണമായി മാറിയപ്പോൾ അതിൻ്റെ ദുരന്തമാണ് ഇന്ന് കേരളം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ എന്നെ ഈ പ്രോഗ്രാമിന് വിളിച്ചപ്പോൾ കാസിം സാഹിബിനോട് പറഞ്ഞു, തെരുവുനായ്ക്കളുടെ ശല്യത്തിൽ ഈ ഗവൺമെൻറ്, ഇവിടുത്തെ പ്രാദേശിക ഗവൺമെൻറ് ഇടപെടുന്നേ ഇല്ല എന്ന്. ഇന്നലെയും ഏതാനും കുട്ടികളെ വിഷപ്പട്ടികൾ കടിച്ചിട്ടുണ്ട് എന്നാണ്. പക്ഷെ സത്യത്തിൽ ഞാൻ ആലോചിച്ചു പോയത്, ഒറ്റപ്പാലം നഗരസഭയിൽ മാത്രമല്ല, കേരളം മുഴുവൻ ഇപ്പോൾ വിഷമയമാണ്. നഗരസഭകളിലും ഗ്രാമപ്രദേശങ്ങളിലും യാതൊരു നിയന്ത്രണവുമില്ലാതെ വിഷപ്പട്ടികൾ രാപ്പകലില്ലാതെ മനുഷ്യരെ ആക്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നാൽ മന്ത്രിസഭയിലിരിക്കുന്ന ചില ആളുകളുണ്ട്, അവരുടെ നാക്കിനും മനസ്സിനും വിഷമേറ്റതാണ് ഇന്നത്തെ കേരളത്തിൻ്റെ ഏറ്റവും വലിയ ദുരന്തം എന്ന് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. കേരളം തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. ഈ നഗരസഭയുടെ ദുരന്തങ്ങളൊക്കെ അവസാനിപ്പിക്കാൻ ഈ നാട്ടിലെ ജനങ്ങൾ ഒരു തീരുമാനമെടുത്താൽ കഴിയാവുന്ന സംഗതികളേ ഉള്ളൂ. ഒറ്റപ്പാലം നഗരസഭ സമസ്ത മേഖലയിലും സമ്പൂർണ്ണ പരാജയമാണെന്ന് മുസ്ലിം ലീഗ് ഒറ്റപ്പാലം നഗരസഭാ കമ്മിറ്റി കുറ്റപ്പെടുത്തി. 5 വാർഷിക പദ്ധതി നിർവഹണത്തിന് അവസരം ലഭിച്ചിട്ടും ഒരു ഘട്ടത്തിൽ പോലും കഴിഞ്ഞ കാലങ്ങളെപ്പോലെ 100% പദ്ധതി നിർവഹണം പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല എന്നും ആരോപിച്ചു. പ്രതിഷേധ സംഗമത്തിൽ PMA ജലീൽ അധ്യക്ഷത വഹിച്ചു. സത്യൻ പെരുമ്പറക്കോട്, PP മുഹമ്മദ് കാസിം, M ഉമ്മർ ഫാറൂഖ്, ഫൗസിയ ഹനീഫ, T സൈദലവി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിച്ചത് പാവങ്ങൾക്ക് വേണ്ടിയെന്ന് CPI ദേശീയ നേതാവ് പന്ന്യൻ രവീന്ദ്രൻ. പറളിയിൽ CPI പാലക്കാട് മണ്ഡലം സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ പാർട്ടി ജനിച്ച മുതൽ പാർട്ടിക്കെതിരെ ആക്രമണങ്ങൾ ആരംഭിച്ചു. 1920 കോൺപൂരിൽ പാർട്ടി രൂപീകരിക്കുന്നതിന് മുമ്പ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിക്കുമെന്ന് അറിയുന്ന രഹസ്യാന്വേഷണ വിഭാഗം കമ്മ്യൂണിസ്റ്റുകാർക്കെതിരെ ആദ്യമായി ഒരു ഗൂഢാലോചന കേസുണ്ടാക്കി. കോൺപൂർ ഗൂഢാലോചന കേസ്. എന്തെങ്കിലും ഗൂഢാലോചന നടത്തിയോ? ഇല്ല. കമ്മ്യൂണിസ്റ്റുകാർ തെറ്റിയതാണോ? അല്ല. എന്താ പിന്നെ അങ്ങനെ തോന്നാൻ കാരണം? ബ്രിട്ടീഷുകാർ മനസ്സിലാക്കി മറ്റേത് പാർട്ടി ഈ നാട്ടിൽ വന്നാലും നമ്മുടെ പ്രവർത്തനത്തിന് അപകടം കമ്മ്യൂണിസ്റ്റ് പാർട്ടി. എന്തുകൊണ്ട്? കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിച്ചത് പാവങ്ങൾക്ക് വേണ്ടിയാണ്, പട്ടിണിക്കാർക്ക് വേണ്ടിയാണ്, അടിമത്തം അവസാനിപ്പിക്കാൻ, മനുഷ്യാവകാശം സംരക്ഷിക്കാൻ വേണ്ടിയാണ്, നീതിക്ക് വേണ്ടിയാണ്, നാടിൻ്റെ നന്മക്ക് വേണ്ടിയാണ്. പറളി പഞ്ചായത്ത് കല്യാണ മണ്ഡപത്തിലെ കാനം രാജേന്ദ്രൻ നഗറിൽ നടക്കുന്ന സമ്മേളനത്തിൽ KV ബാബു താത്കാലിക അധ്യക്ഷനായി. PD ശശികുമാർ രക്തസാക്ഷി പ്രമേയവും N തങ്കപ്പൻ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. CPI നേതാക്കളായ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം B ചാമുണ്ണി, ജില്ലാ സെക്രട്ടറി KP സുരേഷ് രാജ്, സുമലത മോഹൻദാസ്, K വേലു തുടങ്ങിയവർ സംസാരിച്ചു. സമ്മേളനത്തിന് തുടക്കം കുറിച്ച് കിസാൻ സഭ നേതാവ് AS ശിവദാസ് പതാക ഉയർത്തി. ന്യൂസ് ബ്യൂറോ, കോട്ടായി. തടഞ്ഞുവെച്ച ആനുകൂല്യങ്ങൾ ആവശ്യപ്പെട്ട് പാലക്കാട് KSRTC ഡിപ്പോയിൽ KST എംപ്ലോയീസ് സംഘ് പ്രതിഷേധം. ഡിപ്പോയിൽ എംപ്ലോയീസ് സംഘ് നടത്തിയ മാർച്ചും ധർണയും BMS ജില്ലാ സെക്രട്ടറി K രാജേഷ് ഉദ്ഘാടനം ചെയ്തു. സർക്കാർ വഞ്ചനയ്ക്ക് സ്തുതിപാഠകരായി KSRTCയിലെ ഇടതുവലത് സംഘടനകൾ മാറിയെന്ന് പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്ത BMS ജില്ലാ സെക്രട്ടറി K രാജേഷ് ആരോപിച്ചു. 50% കുറവ് വാങ്ങിക്കൊണ്ട് മാത്രമേ മാസ ശമ്പളം വാങ്ങുന്നുള്ളൂ.
ഈ സത്യത്തിൽ ഇവിടുത്തെ പൊതുജനങ്ങൾക്കോ മറ്റു ഡിപ്പാർട്ട്മെന്റ് ജീവനക്കാർക്കോ അറിയുന്നില്ല. അറിയുന്നത് KSRTC ജീവനക്കാരനും അവന്റെ കുടുംബങ്ങളും ഇവിടെ ഭരിക്കുന്ന ഗവൺമെന്റ് മാത്രമാണ്. ചെയ്ത ജോലിക്ക് വേണ്ടി സമരം ചെയ്യുന്ന ഒരവസ്ഥ KSRTCയിൽ മാത്രമേ ഒരു ഗവൺമെന്റ് അണ്ടർടേക്കിംഗ് സ്ഥാപനങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുള്ളൂ. അവിടെ ശമ്പളം നഷ്ടപ്പെടുത്തുന്ന കഥ ഓർമ്മ വരാതിരിക്കാൻ, മറ്റുള്ളവരെ ഓർമ്മപ്പെടുത്താതിരിക്കാൻ ഈ ഗവൺമെന്റ് സ്ഥിരമായി ശ്രമിച്ചുകൊണ്ടിരുന്നതിന്റെ ഫലമായിരുന്നു ആ സമരങ്ങളൊക്കെ തന്നെ. ഇന്ന് അധ്യക്ഷൻ പറഞ്ഞതുമാതിരി മറ്റുള്ള ജീവനക്കാർക്ക് 25-27% DA കിട്ടുമ്പോ സർവീസിൽ 1% പോലും DA വാങ്ങാതെ മാസങ്ങളായി ശമ്പളം വാങ്ങുന്ന ഏക ഡിപ്പാർട്ട്മെന്റ് KSRTC. പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുക, ലീവ് സറണ്ടർ DA അനുവദിക്കുക, സാലറി സർട്ടിഫിക്കറ്റിന് അംഗീകാരം നൽകുക, ആവശ്യത്തിന് ബസ് ഇറക്കുകയും ജീവനക്കാരെ നിയമിക്കുകയും ചെയ്യുക, PF ലോൺ അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ചും ധർണയും. എംപ്ലോയീസ് സംഘ ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് K. സുരേഷ് കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടറി PK ബൈജു, ജില്ലാ സെക്രട്ടറി TV രമേഷ് കുമാർ, കൃഷ്ണൻ, ജോയിന്റ് സെക്രട്ടറി M. കണ്ണൻ, U. തുളസീദാസ്, യൂണിറ്റ് സെക്രട്ടറി M. മുരുകേശൻ, K. പ്രജേഷ്, R. ശിവകുമാർ, K. അനിൽകുമാർ, T. പ്രദീപ്, A. വിനോദ് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഷൊർണൂർ സബ് രജിസ്ട്രാർ ഓഫീസിന്റെ പുതിയ കെട്ടിടത്തിനായി കാത്തിരിപ്പ് തുടങ്ങിയിട്ട് 10 വർഷം പിന്നിടുന്നു. ശുചിമുറി പോലും ഇല്ലാത്ത ഈ കെട്ടിടത്തിന് എന്ന് ശാപമോക്ഷം ലഭിക്കുമെന്ന ആശങ്കയിലാണ് ജീവനക്കാരും ജനങ്ങളും. 10 പേർ ഒരുമിച്ച് എത്തിയാൽ നിന്നു തിരിയാൻ ഇടം പോലുമില്ലാതെ കിടക്കുകയാണ്. കെട്ടിടം പണിയുടെ ഉത്തരവാദിത്വം പൊതുമരാമത്ത് വകുപ്പിനായതുകൊണ്ട് അടുത്ത കാലത്ത് പുതിയ കെട്ടിടം പ്രതീക്ഷയുമില്ല. 10-ലധികം ആളുകൾ ഒന്നിച്ചെത്തിയാൽ ഇരിക്കാനുള്ള സൗകര്യവും നിലവിലുള്ള കെട്ടിടത്തിലില്ല. ആളുകൾക്ക് വാഹനം നിർത്തിയിടാനും കെട്ടിടത്തിന് മുന്നിൽ സ്ഥലമില്ല. ഇങ്ങനെ ദുരിതങ്ങൾക്കിടയിലാണ് ഷൊർണൂർ സബ് രജിസ്ട്രാർ ഓഫീസ് നിലനിൽക്കുന്നത്. ഓഫീസിന് പുതിയ കെട്ടിടം വേണമെന്ന് ആവശ്യപ്പെട്ട് 2015 അപേക്ഷ നൽകിയത്. പിന്നീട് ഷൊർണൂർ ഫയർ സ്റ്റേഷന് മുൻവശത്തെ നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള 7 സെന്റ് സ്ഥലം നഗരസഭയും വിട്ടുനൽകി. സംസ്ഥാന സർക്കാരിൽ നിന്നും 2 കോടി രൂപയും കെട്ടിട നിർമ്മാണത്തിനു വേണ്ടി അനുവദിച്ചു. ആദ്യഘട്ടത്തിൽ പ്രവൃത്തികൾ വേഗത്തിൽ നീങ്ങിയെങ്കിലും പിന്നീട് മന്ദഗതിയിലാവുകയായിരുന്നു. തുടർ നടപടിക്രമങ്ങൾ പൊതുമരാമത്ത് വകുപ്പ് കെട്ടിടം വിഭാഗത്തിന്റെ കീഴിലായതോടെ പിന്നീട് മെല്ലെ പോക്കായി. കഴിഞ്ഞ വർഷം ജീവനക്കാർ പൊതുമരാമത്ത് വകുപ്പിന് 5-ലധികം കത്ത് നൽകിയെങ്കിലും 2025 മെയ് 29 നടപടികൾക്ക് കാലതാമസം നേരിടുമെന്ന് അറിയിച്ചുകൊണ്ടുള്ള മറുപടി പൊതുമരാമത്ത് കെട്ടിടം വിഭാഗം നൽകിയത്. ഡോക്യുമെന്റ്, സ്പെഷ്യൽ മാരേജ്, ആധാരം തുടങ്ങിയ ആവശ്യങ്ങൾക്കായി നിരവധി ആളുകളാണ് ഷൊർണൂർ സബ് രജിസ്ട്രാർ ഓഫീസിലെത്തുന്നത്. ഷൊർണൂർ 1, 2, വാണിയംകുളം, ഓങ്ങല്ലൂർ 2 എന്നീ വില്ലേജ് ഓഫീസുകളാണ് ഷൊർണൂർ സബ് രജിസ്ട്രാർ ഓഫീസിന് കീഴിൽ ഉൾപ്പെടുന്നത്. കെട്ടിടത്തിന് മുന്നിലുള്ള ചവിട്ടുപടികൾ വികലാംഗരായ ആളുകൾക്ക് എത്താൻ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. ചില ഘട്ടങ്ങളിൽ മറ്റുള്ള ആളുകളുടെ സഹായത്തോടെയാണ് ഇവരെ ഓഫീസിലെത്തിക്കുന്നത് എന്നാണ് ജീവനക്കാർ പറയുന്നത്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. നെല്ല് സംഭരണം വേഗത്തിലാക്കണമെന്നും സംഭരിച്ച നെല്ലിന് ഉടൻ പണം നൽകണമെന്നും കേരള കർഷക സംഘം മങ്കര വില്ലേജ് സമ്മേളനം ആവശ്യപ്പെട്ടു. കർഷക സംഘം ജില്ലാ സെക്രട്ടറി MR മുരളി ഉദ്ഘാടനം ചെയ്തു. കർഷകരുടെ നില എന്ന് പറയുന്നത് അവരുടെ ഉത്പാദനത്തിന്റെ മഹാഭൂരിപക്ഷവും നാടിന് വേണ്ടിയുള്ളതാണ്, മറ്റുള്ളവർക്ക് വേണ്ടിയുള്ളതാണ് എന്നത്. അങ്ങനെ വലിയ തോതിൽ കൃഷി നടത്തുന്ന കർഷകർ ഇന്ന് കാർഷിക മേഖലയിൽ വരാൻ പോകുന്ന ആപത്തിനെ വളരെ വേഗത്തിൽ മനസ്സിലാക്കുകയും അതിനെതിരായിട്ടുള്ള വലിയ പ്രക്ഷോഭങ്ങളിലേക്ക് കടക്കുകയും ചെയ്തു. ആ പ്രക്ഷോഭങ്ങൾക്കാകെ രാജസ്ഥാനിൽ നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത് അഖിലേന്ത്യാ കിസാൻ സഭയാണ്. അതിന്റെ ഭാഗമാണ്, അതല്ലെങ്കിൽ അവിടെ സമരത്തിൽ പങ്കാളിയായിക്കൊണ്ടിരിക്കുന്ന കർഷകർക്ക് നേതൃത്വം കൊടുക്കുന്ന സംഘടനകളിൽ ഒരു പ്രധാന സംഘടന അഖിലേന്ത്യാ കിസാൻ സഭയാണ്. KR ഷാജീവ് അധ്യക്ഷത വഹിച്ചു. CM അബ്ദുൾ റഹ്മാൻ, CK ചെന്താമരാക്ഷൻ, ER ശശി, ഹരിദാസൻ, KV ചെന്താമരാക്ഷൻ, CB ഉദയപ്രകാശ്, മല്ലിക, സിദ്ദിഖ്, ഗംഗാധരൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. KSSPU അമ്പലപ്പാറ യൂണിറ്റ് കൺവെൻഷൻ പഞ്ചായത്ത് കല്യാണ മണ്ഡപത്തിൽ നടന്നു. യൂണിയൻ പാലക്കാട് ജില്ലാ സെക്രട്ടറി PN മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു. ആ സമ്മേളനത്തിന്റെ ഭാഗമായി 10,000-കണക്കിന് പെൻഷൻകാർ അണിനിരന്ന പ്രകടനവും അവിടെ നടന്നു. ആ സമ്മേളനത്തിൽ നമ്മുടെ പെൻഷൻകാർക്കുണ്ടായ നേട്ടങ്ങൾ എന്തൊക്കെയാണ്,
നമുക്ക് എന്തെല്ലാം ലഭിക്കാനുണ്ട്, നമ്മൾ നടത്തിയ പ്രവർത്തനങ്ങൾ എവിടെ എത്തി നിൽക്കുന്നു, ഈ കാര്യങ്ങളെല്ലാം വളരെ വിശദമായി പരിശോധിക്കുകയും അതിൻ്റെ തുടർച്ചയായി കഴിഞ്ഞ 29-ാം തീയതി സംസ്ഥാന കമ്മിറ്റി കൂടുകയും തുടർന്ന് ഈ സംഘടന എന്ത് ചെയ്യണം എന്നതിനെക്കുറിച്ച് തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്തു. കൺവെൻഷനിൽ യൂണിറ്റ് പ്രസിഡന്റ് കെ വിജയൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി യു രാജഗോപാലൻ, പി വാസുദേവനുണ്ണി, എൻ.എം. നാരായണൻ നമ്പൂതിരി, കെ ഗൗരി, കെ.ടി. പുരുഷോത്തമൻ, പി ചിത്രഭാനു, വി ടി ഉണ്ണികൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു. നവാഗതരായ പെൻഷൻകാർക്ക് സ്വീകരണം നൽകി. 80 കഴിഞ്ഞ പെൻഷൻകാരെ ചടങ്ങിൽ ആദരിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ഒറ്റപ്പാലം അർബൻ ബാങ്കിന്റെ നേതൃത്വത്തിൽ വിജയോത്സവം സംഘടിപ്പിച്ചു. മനുശ്ശേരി KM ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് ഷൊർണൂർ MLA പി മമ്മിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യത്തിന്റെ കാര്യത്തിൽ നമ്മൾ വിദ്യാഭ്യാസം അതിൻ്റെ ഘടകമാണ്. ആ വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ അറിവ് നേടുന്നു, തിരിച്ചറിവ് നേടുന്നു. അതിന്റെ ഭാഗമായി തന്നെയാണ് ആരോഗ്യ പരിപാലനവുമായി ബന്ധപ്പെട്ട പ്രശ്നം. ഇന്ത്യ രാജ്യത്തെ മറ്റൊരു സംസ്ഥാനങ്ങളൊക്കെ തന്നെ അപേക്ഷിച്ചാൽ ആരോഗ്യ പരിപാലനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ ഭരണകക്ഷികളുടെ ഗവൺമെന്റിന്റെ വരവോടുകൂടി അതിന് ഒരു വലിയ ഉറപ്പ് സാധാരണക്കാരായ മനുഷ്യർക്ക് നൽകാൻ വേണ്ടി നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. 412 വിദ്യാർത്ഥികളെയാണ് പ്രൊഫഷൻസി പ്രൈസും മൊമെന്റോയും നൽകി അനുമോദിച്ചത്. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന 10 കുട്ടികൾക്ക് സ്കോളർഷിപ്പും നൽകി. 10-12 ക്ലാസ് പരീക്ഷകളിൽ 100% വിജയം കൈവരിച്ച 21 വിദ്യാലയങ്ങളെയും ചടങ്ങിൽ പുരസ്കാരം നൽകി അനുമോദിച്ചു. ഒറ്റപ്പാലം MLA അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ അധ്യക്ഷത വഹിച്ചു. ബാങ്ക് ചെയർമാൻ യു രാജഗോപാൽ സ്വാഗതം പറഞ്ഞു. മോട്ടിവേഷൻ ക്ലാസും പുരസ്കാര വിതരണവും പ്രൊഫസർ ഗോപിനാഥ് മുതുകാട് നിർവഹിച്ചു. ഫസ്റ്റ് നമ്പർ 1 ആണ്, നെക്സ്റ്റ് നമ്പർ 3 ആണ്, അടുത്ത നമ്പർ 4 ആണ്, 134. അതാണ് ഇതൊരു ഭാവനകളുടെ പെർഫെക്റ്റ് ആണ്. ഇതാണ് പറയുന്നത് ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞത്, ഇമാജിനേഷൻ ഈസ് ഇമ്പോർട്ടന്റ് ദാൻ നോളജ്. എന്താണ്? ഇമാജിനേഷൻ ഈസ് ഇമ്പോർട്ടന്റ് ദാൻ നോളജ്. നോളജ് ഈസ് ലിമിറ്റഡ്, ഇമാജിനേഷൻ സബ്ജക്ട്സ് ദി വേൾഡ്. ഭാവനയാണ് ഇക്കാലത്തേക്ക് പ്രധാനം. കഴിഞ്ഞ ടീച്ചർ, ഇനിയാണ് എന്റെ പ്രശ്നം. ഏത് വാക്കാണ് ടീച്ചർ തിരഞ്ഞെടുത്തത് അതിനനുസരിച്ച് വേണം ഇന്നത്തെ പ്രഭാഷണം ഇവിടെ ക്രമീകരിക്കാൻ. അതുകൊണ്ട് ലിസൺ ടു മീ ആൻഡ് തിങ്ക് ഓഫ് ദാറ്റ് വേർഡ്, തിങ്ക് ഓഫ് ദാറ്റ് വേർഡ്, തിങ്ക് ഓഫ് ദാറ്റ് വേർഡ്, തിങ്ക് ഓഫ് ദാറ്റ് വേർഡ്, ദാറ്റ് വേർഡ്. ലിസൺ ടു മൈ ഐസ്. അത് മനസ്സിൽ ഇങ്ങനെ കാണട്ടെ വ്യക്തമായിട്ട്. It starts with E. Yes, perfect. I got the word. That is experience. Perfect. Thank you so much. Thank you very much. How is possible? That is magic. കഴിയില്ല. പുസ്തകം നോക്കാം. പുസ്തകം നോക്കിയിട്ട് ആ വാക്ക് ആ പേജ് കറക്റ്റ് തന്നെ ടീച്ചർ വിചാരിച്ചതെന്ന് നോക്കാൻ നോക്കാൻ വേണ്ടിയിട്ടാണ്. 134. Yes, exactly. 134. 134. വാണിയംകുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ഗംഗാധരൻ, ബാങ്ക് വൈസ് ചെയർമാൻ KN ശിവദാസൻ, മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ M രാമനുണ്ണി എന്നിവർ സംസാരിച്ചു. നരിവേട്ട സിനിമയിലെ ബാലതാരങ്ങളായ കുമാരി മിയ എന്നിവരെ ചടങ്ങിൽ അനുമോദിച്ചു. ജനറൽ മാനേജർ സഞ്ജീവ് നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. പത്രിപ്പാല അകലൂരിൽ ആർഭാടങ്ങളൊന്നുമില്ലാതെ സംവിധായകൻ ലോഹിതദാസിന്റെ 16ാമത് അനുസ്മരണം അദ്ദേഹത്തിന്റെ വസതിയായ അമരാവതിയിൽ നടന്നു. നാമമാത്രമായ ആരാധകരുടെയും കുടുംബത്തിന്റെയും സാന്നിധ്യത്തിലായിരുന്നു അനുസ്മരണം. രാവിലെ 9 മണിയോടെ അദ്ദേഹത്തിന്റെ ചുരുക്കം ചില ആരാധകർ എത്തി. ലോഹിയുടെ ഭാര്യ സിന്ധുവും മകൻ വിജയ് ശങ്കറും വീട്ടിലുണ്ടായിരുന്നു. അല്പം കഴിഞ്ഞതോടെ 2-3 മാധ്യമപ്രവർത്തകരും എത്തി. 10-ൽ താഴെ പേർ മാത്രമായിരുന്നു ചടങ്ങിലെത്തിയത്. 9:30 ഛായാചിത്രത്തിൽ സിന്ധുവും മകനും കണ്ണീരോടെ തിരിതെളിയിച്ചു. തുടർന്ന് ആരാധകരും. പിന്നീട് സ്മൃതി കുടീരത്തിൽ സിന്ധുവും മകൻ വിജയ് ശങ്കറും പുഷ്പാർച്ചന നടത്തി. കൂടെ ആരാധകരും. ഇപ്പോഴും അദ്ദേഹത്തെ അനുസ്മരിക്കാൻ എത്തുന്നത് തന്നെ മഹാഭാഗ്യമാണെന്ന് സിന്ധു നിറകണ്ണുകളോടെ STV ന്യൂസിനോട് പറഞ്ഞു. ആ ഓർമ്മ ദിവസം ഓർമ്മ പുതുക്കാനായിട്ട് ഇത്രയും ആളുകൾ വരുന്നുണ്ടല്ലോ. അല്ല, ഇവിടെ വന്നവർ മാത്രമല്ല കേട്ടല്ലോ, സാറിനെ ഓർമ്മിക്കുന്നവർ വരാത്തവരും ഉണ്ട്. പക്ഷെ ഇവിടെ വരാനും ഒക്കെ നമുക്ക് ഈ മണ്ണിൽ വന്ന് ഇതൊക്കെ ചെയ്യാനൊരു കാലമുണ്ട്. എന്തായാലും
ലോഹിയുടെ സഹപ്രവർത്തകനും സംവിധായകനുമായ ഉദയശങ്കരൻ പുഞ്ചപ്പാടം, കണ്ണൂരിൽ നിന്നെത്തിയ ആരാധകനായ ബിജു ആയംകോട് വാരം, രമേശ് ടി കുട്ടൻ, രാജേഷ് കുഞ്ചൻ സ്മാരകം, സലാം വന്നേരി, അജിത്, സുബ്രഹ്മണ്യൻ അങ്ങാടിപ്പുറം തുടങ്ങിയവരും പങ്കെടുത്തു. എൻ്റെ പേര് ഉദയശങ്കരൻ എന്നാണ്. സാറിൻ്റെ കൂടെ അസിസ്റ്റൻ്റായിരുന്നു, പിന്നീട് അവസാന കാലഘട്ടത്തിൽ അസോസിയേറ്റൊക്കെ ആയിരുന്നു. സാറ് എന്ന് പറയാൻ എനിക്ക് പറ്റില്ല, കൂടെ ഉണ്ട്. തന്നെ ഇപ്പോൾ കൂടിയിട്ടുള്ള ഫീൽ തന്നെയാണ് ഞങ്ങൾക്കുള്ളത്. ന്യൂസ് ബ്യൂറോ, പത്രിപ്പാല. മാറ്റുലി. സെൻസർ വിവാദവുമായി ബന്ധപ്പെട്ട് ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന സിനിമയിൽ ജാനകി എന്ന പേര് ഉപയോഗിക്കുന്നതിൽ എന്താണ് കുഴപ്പമെന്ന് ഹൈക്കോടതി ചോദിച്ചിരിക്കുന്നു. സിനിമയുടെ പേരിൽ നിന്നും സംഭാഷണങ്ങളിൽ നിന്നും ജാനകി എന്ന പേര് ഒഴിവാക്കണമെന്ന സെൻസർ ബോർഡിൻ്റെ ഉത്തരവിനെ തുടർന്ന് നിർമ്മാതാക്കൾ കോടതിയെ സമീപിക്കുകയായിരുന്നു. ഇതേക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്ത്? കോടതി പറഞ്ഞതാണ് പരിപൂർണ സമ്മതം എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. കാരണം ജാനകി എന്ന് പറയുന്നത് ഗ്രാമീണ സൗന്ദര്യത്തിൽ വരുന്ന ഒരു പേരാണ് ജാനകി. ഈ ജാനകി എന്ന് പറഞ്ഞ പേരിൽ ഒരുപാട് സിനിമകൾ ഇതിന് മുന്നേ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അന്നൊന്നും സെൻസർ ബോർഡ് ചെയ്യാത്തത് ഇപ്പോൾ ഇന്നിപ്പോൾ ഒരു ജാനകി എന്ന പേരിൽ വിവാദം ഉണ്ടാക്കുന്നതിൽ അതിലെന്തോ ദുരൂഹതകളുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ സിനിമയെ തകർക്കാനും അതിൽ പ്രവർത്തിച്ച മറ്റുള്ളവരും അവരുടെ തീരാസങ്കടം നമ്മൾ ഒരിക്കലും മറക്കാതിരിക്കണം. കാരണം ഒരുപാട് കഷ്ടപ്പെട്ടാണ് സിനിമ ഉണ്ടാക്കുന്നത്. അത് നമുക്ക് ജനങ്ങൾക്ക് ഒരുപാട് സിനിമകളിലൂടെ നമുക്ക് ഒരു സമൂഹത്തിന് ഒരുപാട് നന്മകൾ നല്ല കാര്യങ്ങൾ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ഈ ജാനകി എന്ന പേരിൽ യാതൊരു കുറ്റം എന്നിലൂടെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ യാതൊരു തെറ്റും കാണുന്നില്ല. പ്രധാന വാർത്തകൾ വീണ്ടും. നിലമ്പൂരിനെ ചൊല്ലി കോൺഗ്രസിൽ ക്യാപ്റ്റൻ മേജർ തർക്കം നടക്കുകയാണെന്ന് CPI നേതാവ് പന്ന്യൻ രവീന്ദ്രൻ. RSS നയമാണ് ഗവർണർ നടപ്പിലാക്കുന്നതെന്നും ഭരണഘടനാ വിരുദ്ധ പ്രവർത്തനമാണ് ഗവർണർ നടത്തുന്നതെന്നും പന്ന്യൻ. സൂംബയെ വിവാദവത്കരിക്കാൻ ആരും ശ്രമിക്കരുതെന്നും കുട്ടികൾക്ക് നല്ലതിനു വേണ്ടിയാണ് സൂംബ നടപ്പിലാക്കിയതെന്നും സ്ഥിരീകരണം. സൂംബ ഡാൻസ് വസ്ത്രം ധരിക്കാതെ ചെയ്യുന്ന വ്യായാമമല്ലെന്ന് മന്ത്രി R. ബിന്ദു. ഇക്കാര്യത്തിൽ സർക്കാർ പിറകോട്ടില്ലെന്നും മന്ത്രി. മണ്ണുത്തി നെല്ലങ്കരയിൽ പോലീസിനു നേരെ ഗുണ്ടാക്രമണം നടത്തിയ 6-അംഗ സംഘം അറസ്റ്റിൽ. ആക്രമണമുണ്ടായത് വീട് കേന്ദ്രീകരിച്ച് ലഹരി പാർട്ടി നടക്കുന്നു എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ സ്ഥലത്തെത്തിയ പോലീസിനു നേരെ 3 പോലീസ് വാഹനങ്ങൾ തകർത്തു. 4 പോലീസുകാർക്ക് പരിക്കേറ്റു. മണ്ണൂർ കൈമകുന്നത്തുകാവ് ട്രസ്റ്റിനെതിരെ വീണ്ടും ഭക്തജന കൂട്ടായ്മ. വെളിച്ചപ്പാടിന് ശമ്പളം പോലും നൽകാതെ പുറത്താക്കിയെന്ന് ആരോപണം. നടപടിക്കെതിരെ വെളിച്ചപ്പാടും കുടുംബവും ഉപവാസ സമരത്തിന്. ട്രസ്റ്റിക്കെതിരെ ചില വ്യക്തികളും വെളിച്ചപ്പാടും ഉയർത്തുന്ന ആരോപണങ്ങൾ വസ്തുതാവിരുദ്ധമെന്ന് ട്രസ്റ്റ് ഭാരവാഹികൾ. ആരോപണം ഉന്നയിച്ച വെളിച്ചപ്പാടിന് ശമ്പളം നിഷേധിച്ചിട്ടില്ലെന്നും ട്രസ്റ്റി ബോർഡ്. പാരിതോഷികം നൽകിയില്ല. അഫിലിയേഷൻ നിഷേധിച്ച് CDS ചെയർപേഴ്സൺ. അഫിലിയേഷൻ നിഷേധിച്ചത് പാലക്കാട് നഗരസഭ 2-ാം വാർഡിലെ 23 അയൽക്കൂട്ടങ്ങൾക്ക്. പ്രതിഷേധവുമായി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരസഭാ സെക്രട്ടറിയെ ഉപരോധിച്ച് കുടുംബശ്രീ അംഗങ്ങൾ. വാളയാർ ജനവാസ മേഖലകളിൽ കാട്ടാനയുടെ വിളയാട്ടം. വടക്കാഞ്ചേരി കാക്കിനിക്കാട് ജനവാസ മേഖലയിലെത്തിയ വാഴക്കൊമ്പൻ വ്യാപകമായി കൃഷി നശിപ്പിച്ചു. ഒറ്റപ്പാലം നഗരസഭ സമസ്ത മേഖലയിലും പരാജയപ്പെട്ടെന്ന് മുസ്ലിം ലീഗ് ഒറ്റപ്പാലം നഗരസഭാ കമ്മിറ്റി. പ്രതിഷേധവുമായി നഗരസഭയ്ക്ക് മുന്നിൽ പ്രതിഷേധ സംഗമം. CPI പാലക്കാട് മണ്ഡലം സമ്മേളനത്തിന് പറളിയിൽ തുടക്കം. ഷൊർണൂർ സബ് രജിസ്ട്രാർ ഓഫീസിന് പുതിയ കെട്ടിടത്തിനായി കാത്തിരിപ്പ് തുടങ്ങിയിട്ട് 10 വർഷം പിന്നിടുന്നു. ശുചിമുറി പോലുമില്ലാത്ത കെട്ടിടത്തിൽ 10 പേർ ഒരുമിച്ചെത്തിയാൽ നിന്നു തിരിയാനുള്ള ഇടമില്ല. കെട്ടിടം പണി PWDക്കായതുകൊണ്ട് അടുത്ത കാലത്ത് പുതിയ കെട്ടിടത്തിന് സാധ്യതയും കുറവാണ്. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.